കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയത്. സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് വലിയ വെല്ലുവിളിയും ഉയർന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ മലപ്പുറം ജില്ലാ സെക്രട്ടറി എൻ മോഹൻദാസ് നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തുന്നത്? നമുക്കറിയാം, നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം UDF-ന് വലിയ തോതിലുള്ള ആധിപത്യം ആണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പൊതുവായി ഉണ്ടാകാറ്. മലപ്പുറം ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന 2 മണ്ഡലങ്ങളാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവർത്തനം എന്നുള്ളതിലപ്പുറം UDF-ന്റെ ലീഗിൻ്റെ ജനകീയ അടിത്തറയിൽ വലിയ മുന്നേറ്റം ഉണ്ടായി ഈ തെരഞ്ഞെടുപ്പിൽ എന്ന നമുക്ക് കാണാൻ കഴിയില്ല. കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയില്ല. നമ്മുടെ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ 52,000 വോട്ടാണ് കൂടുതൽ പോൾ ചെയ്തത്. അതിൽ 12,000 വോട്ട് LDF-നും 52,000 വോട്ട് 42,000 വോട്ട് UDF-നും വർദ്ധിച്ചു. 2,000 വോട്ട് BJP-ക്കും വർദ്ധിച്ചു. UDF-ന്റെ വോട്ടിന് വർധനവിന് അടിസ്ഥാനപരമായ 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, SDPI-യുടെയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെയും പരസ്യമായ പിന്തുണ വളരെ സജീവമായി പണ്ട് രഹസ്യമായിട്ട് സഹായിച്ചിരുന്നെങ്കിൽ പോലും പരസ്യമായി വാശിപൂർവം ലീഗിന് വേണ്ടി UDF-ന് വേണ്ടി ഈ 2 സംഘടനകളും പ്രവർത്തിച്ചു. അവരുടെ വോട്ട് പൂർണ്ണമായി UDF-ന് വേണ്ടി പോൾ ചെയ്യിപ്പിച്ചു. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ് അവരുടെ ഭൂരിപക്ഷത്തിൽ ഒരു 40,000-ൽ കൂടുതൽ ഭൂരിപക്ഷമാണ് മലപ്പുറത്ത് വർദ്ധിച്ചത്. 2,60,000 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷമുണ്ട്. അതൊക്കെ ഒരു 3 ലക്ഷമായി. ആ വർധനവിൻ്റെ പ്രധാനപ്പെട്ട ഘടകം ഈ 2 പാർട്ടികളുടെ ശക്തമായ പിന്തുണയും ഇടപെടലുമാണ്. LDF-നെ സംബന്ധിച്ചിടത്തോളം വോട്ട് കുറഞ്ഞിട്ടില്ല. 19,000-നേക്കാൾ കുറഞ്ഞിട്ടില്ല. 12,000 വോട്ട് 52,000-ൽ 12,000 വോട്ട് വർദ്ധിച്ച് ആനുപാതികമായിട്ട് ആയോ ചോദിച്ചാൽ ആയിട്ടില്ല. എന്നാൽ ആ രൂപത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായി മലപ്പുറത്ത് എന്ന് പറയാൻ കഴിയില്ല. എന്നാലും ആനുപാതികമായ വോട്ടിന്റെ വർധനവിൽ ആനുപാതികമായ വർധനവ് എന്തുകൊണ്ടുണ്ടായില്ല എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ആ പോരായ്മയെ സംബന്ധിച്ചിടത്തോളം അതിനെ ഇടയാക്കിയ ഘടകങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇതിൽ ഇങ്ങനെ പറയുമ്പോൾ പോലും മുസ്ലിം ലീഗിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ ഭൂരിപക്ഷം 3 ലക്ഷത്തിന് മുകളിലേക്ക് ഒന്ന് പോകുന്ന ലീഗ് പോലും പ്രതീക്ഷിച്ചിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 1.25 ഭൂരിപക്ഷത്തിന് താഴേക്ക് ഇടതുപക്ഷം പോരാടി നേടുകയും ചെയ്തിരുന്നു. അതിന് നേരെ ഇരട്ടിയിലേക്കാണ് ഇപ്പോൾ ലീഗിന്റെ ഭൂരിപക്ഷം ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിനെ നമുക്ക് പാർലമെന്റിന്റെ തെരഞ്ഞെടുപ്പ് പോലെ കണ്ടുകൂടാ. കാരണം വെച്ചാൽ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നടന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡല്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ BJP-യെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു വലിയ മഹത്തായ ഒരു ഉദ്ദേശമുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെയല്ലല്ലോ. അതും അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ കൂടെയാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ കൂടെ എപ്പോഴൊക്കെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടോ ആ സന്ദർഭത്തിൽ LDF-ന് പൊതുവെ മെച്ചണ്ടായിട്ടുണ്ട്. ഈ ഓരോ തെരഞ്ഞെടുപ്പും കേരളത്തിൽ ഒരേപോലെയല്ല, ഓരോന്നും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ ഇടതുപക്ഷത്തിന്റെ അടിത്തറയിൽ ചോർച്ചയുണ്ടായി എന്ന് പറഞ്ഞുകൂടാ. 12,000 വോട്ട് പോളിംഗ് 52,000 വർദ്ധിച്ചെങ്കിലും 12,000 വോട്ട് കിട്ടിയിട്ടുണ്ട്, പുറകോട്ട് പോയിട്ടില്ല മലപ്പുറത്തെ സംബന്ധിച്ച്. ഈ ഇടതുപക്ഷം വലിയ തോതിൽ പ്രതീക്ഷ വെച്ചിരുന്നു. ഇപ്പോൾ പെരുന്തൽമണ്ണയാണെങ്കിലും മങ്കടയാണെങ്കിൽ പോലും മങ്കടയിലൊക്കെ 41,000 കടന്നിരിക്കുന്നു ഈട്ടിയുടെ ഭൂരിപക്ഷം. മങ്കടയിൽ ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് നല്ല വോട്ടുള്ള സ്ഥലമല്ലേ പെരുന്തൽമണ്ണി. അതുപോലെ SDPI-ക്ക് നല്ല വോട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ലീഗിന്റെ അടിത്തറയിൽ ഒരു വിപുലീകരണം ഉണ്ടായതുകൊണ്ടാണ് ഈ വോട്ട് കൂട്ടിയത് എന്നുള്ള വിലയിരുത്തലിൽ എത്തിക്കൂടാ. സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് ആ പരിശോധനയിലേ കണ്ടെത്താൻ കഴിയുള്ളൂ. ഒറ്റ നോട്ടത്തിൽ പ്രാഥമിക പരിശോധനയിൽ മലപ്പുറത്തെ മണ്ഡലങ്ങളിലുണ്ടായ വോട്ട് വർധനവ് SDPI-യുടെയും വെൽഫെയർ പാർട്ടിയുടെയും അതുപോലുള്ള മുസ്ലിം സംഘടനകളുടെ പിന്തുണയുടെ ഭാഗമായിട്ടാണ്. അവർ വളരെ സജീവമായി, ലീഗിനേക്കാൾ സജീവമായി ഈ 2 പാർട്ടികളും ലീഗിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അന്ന് ഫീൽഡിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പൊന്നാനിയിൽ ഞങ്ങൾ ഗൗരവമേറിയ പരിശോധന നടത്തി പോകേണ്ടതുണ്ട്. കാരണം 10,000 വോട്ടേ അവിടെ പോളിംഗ് വർദ്ധിച്ചിട്ടുള്ളൂ. ഇത് സംബന്ധിച്ച് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പരിശോധന നടത്തിയിരുന്നു. എന്തായി പോളിംഗിൽ കുറവുണ്ടായി, പെർസെൻറ്റേജ് വലിയ തോതിൽ കുറഞ്ഞല്ലോ. എണ്ണത്തിൽ 10,000 വർധന ഉണ്ടെങ്കിൽ പോലും 5% വോട്ട് കുറഞ്ഞു. അപ്പോൾ ഈ കുറവ് എന്താണ്, നമ്മുടെ വോട്ടുകൾ പോൾ ചെയ്യാതെ കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധന ഞങ്ങൾ നടത്തിയിരുന്നു. ആ പരിശോധനയിൽ കണ്ടെത്തിയത് പോൾ ചെയ്യാതെ വോട്ടുകൾ 2 UDF-നും ഉണ്ട് LDF-നും ഉണ്ട്. ഞങ്ങളുടെ മാത്രം ഏകപക്ഷീയമായിട്ടുള്ളൊരു കുറവല്ല.
എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ 10,000 വോട്ടാണ് വർദ്ധിച്ചതെങ്കിൽ പോലും അവിടെ UDFന്റെ വോട്ട് വർദ്ധിച്ചു, അതുപോലെ തന്നെ BJPയുടെ വോട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വർദ്ധിച്ചിട്ടുണ്ട്. UDFന്റെ വോട്ട് വർദ്ധിക്കുന്നതിന് ഈ SDPIയുടെയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെയും പരസ്യമായ പിന്തുണ ഒരു ഘടകമാണ്. എന്നാൽ BJPയുടെ വോട്ട് വർദ്ധിച്ചത് ഏറെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. 10,000 വോട്ട് ആണ് വർധനവുണ്ടായത് പോളിംഗിൽ. 14,000 വോട്ട് BJPക്ക് വർധനവ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ വലിയ ഗൗരവത്തിൽ പരിശോധിക്കപ്പെടും. ബൂത്ത് തലത്തിൽ പരിശോധിച്ച് എന്താണ് 1447 വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 19 തെരഞ്ഞെടുപ്പിനേക്കാൾ LDFന് കുറഞ്ഞിട്ടുണ്ട്. ഈ 10,000 വോട്ട് കൂടുമ്പോഴും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 1447 വോട്ട് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ആ കുറവ് എന്തുകൊണ്ട് സംഭവിച്ചു, BJPക്ക് എന്തുകൊണ്ട് വോട്ട് വർദ്ധിച്ചു, UDFന്റെ വോട്ട് വർധനവിനു പ്രത്യേക കാരണങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബൂത്ത് തലത്തിൽ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. സംഘടനാപരമായി വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കുന്നതിൽ ഞങ്ങളുടെ സംഘടനാ മിഷണറിക്ക് പോരായ്മ സംഭവിച്ചിട്ടുണ്ടോ, അതുകൊണ്ടാണല്ലോ പോളിംഗ് പെർസെൻറ്റേജ് 5% കുറഞ്ഞിട്ടുള്ളത്. അതെന്തുകൊണ്ട് സംഘടനാപരമായ മിഷണറിയുടെ ദുർബലത ഗൗരവമായി ഞങ്ങൾ പരിശോധിക്കപ്പെടും. അതാണ് പൊന്നാനി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രഥമ ദൃഷ്ടി അത് പറയാനുള്ളത്. സംഘടനാപരമായ മിഷണറിയുടെ ദുർബലത പോളിംഗിൽ കുറവുണ്ടായിട്ടുണ്ട്. അത് നന്നായി ഇടതുപക്ഷത്തെ ബാധിച്ചു എന്നുള്ളതാണ് ഈ വോട്ട് കുറയാനുണ്ടായ കാരണം എന്നുള്ളതാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ കണ്ടെത്താൻ കഴിയും. BJPയിലേക്ക് 14,000 വോട്ടുകൾ വർദ്ധിക്കുമ്പോൾ അത് സ്വാഭാവികമായും UDF അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ തോതിൽ ഉയർത്തിയ സാഹചര്യത്തിൽ അത് ഇടതുപക്ഷത്തിൽ നിന്ന് പോയി എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരില്ല. അത് സംബന്ധിച്ച് നമുക്ക് ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. എവിടെയാണ് ഇപ്പോൾ BJPയുടെ വോട്ടുകൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടിയിട്ടുണ്ടെങ്കിൽ പോലും BJPക്ക് ഇപ്പോൾ തവനൂരായാലും പൊന്നാനി ആയാലും 15,000-നും 20,000-നും ഇടയിലായിട്ട് വോട്ടുണ്ട്. അത്ര തന്നെ ഇപ്പോഴും വോട്ട് വന്നിട്ടുള്ളൂ. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അവർ ഏതാണ്ട് 10,000-ന്റെ മേലെ പോയിട്ടില്ല ഒരു അസംബ്ലി മണ്ഡലത്തിലും. അപ്പോൾ അവർക്ക് അവിടെ വോട്ടുണ്ട്. ഈ വോട്ടുകൾ ഇപ്പോൾ തവനൂർ മണ്ഡലത്തിൽ കഴിഞ്ഞൊരു 10,000-ഓളം വോട്ടുകളാണ് BJP വോട്ടുകൾ കുറഞ്ഞത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. ഈ 10,000 വോട്ടുകളും ജലീലിനെതിരെ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കൈമാറിക്കൊടുത്തതാണ്. അപ്പോൾ കൈമാറിക്കൊടുത്ത വോട്ട് ഇക്കുറി തിരിച്ചു വാങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് 10,000 വോട്ട് തവനൂരിൽ തന്നെ BJP വോട്ട് അങ്ങനെ കൈമാറിയിട്ടുണ്ട്. അത് തിരിച്ച് ഇക്കുറി BJP സ്ഥാനാർത്ഥിക്ക് ചെയ്തു എന്നുള്ള. അപ്പോൾ 14,000 വർധനയുള്ളൂ. അതേപോലെ തന്നെ പലയിടത്തും BJP വോട്ടുകൾ ലീഗിന് അവിടെ എന്തായാലും ജയിക്കാൻ കഴിയില്ല. അപ്പോൾ UDFന് അനുകൂലമായിട്ട് ചിലപ്പോൾ ചെയ്യാറുണ്ട്. അതൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഞാൻ അവസാന ഒരു അന്തിമമായ വിശകലനത്തിലല്ല, പരിശോധിച്ചുകൊണ്ടേ പൂർണ്ണമായി നമുക്ക് എന്ത് പറ്റിയെന്നുള്ളത്. ഞങ്ങളുടെ ഭാഗത്ത് സംഘടനാപരമായോ രാഷ്ട്രീയമായ നിലപാടിലോ എന്തെങ്കിലും പോരായ്മകളും പശുക്കളും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഗൗരവമായ പരിശോധനയ്ക്കും തിരുത്തലിനും വിധേയമാക്കും. KS പാർട്ടി ചിഹ്നം കൊടുത്തതിൽ ഒരു എതിർപ്പുണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ വന്നിരുന്നു. അതുകൂടി ഇതിലേക്ക് കാരണമായിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് KS പാർട്ടി ഇക്കുറി കേന്ദ്ര കമ്മിറ്റി തന്നെ തീരുമാനിച്ചത് പാർട്ടി വോട്ടുകൾ വർദ്ധിക്കണം. സ്വതന്ത്രന്മാർ നിന്നാൽ പാർട്ടി വോട്ടായി പരിഗണിക്കില്ലല്ലോ ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും അതിൽ CPM മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ചിഹ്നത്തിനാണ് മത്സരിച്ചത്. അപ്പോൾ അത് പൊന്നാനിയിലും ചിഹ്നത്തിൽ മത്സരിക്കുക എന്നുള്ള ആ തീരുമാനത്തിൻ്റെ ഭാഗമായി എല്ലായിടത്തും, കാരണം ദേശീയ തലത്തിൽ പാർട്ടിയുടെ വോട്ടുകളുടെ എണ്ണം കുറഞ്ഞുകൂടാ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊന്നാനിയിൽ ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുള്ളത്. അത് പൊതുവെ പാർട്ടി അണികൾ വളരെ താല്പര്യപൂർവ്വമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കുറേ കാലമായിട്ട് ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ അവർക്ക് കഴിയാറില്ല. കുറി ആവേശപൂർവ്വമാണ് ആ തീരുമാനത്തെ പാർട്ടി അണികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ മുൻ മുസ്ലിം ലീഗുകാരനായ ഒരു നേതാവ് വന്ന സ്ഥാനാർത്ഥിയായതിന്റെ അതൃപ്തി ഉണ്ടോ? ഒരിക്കലുമില്ല. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നന്നായി അധ്വാനിച്ചിട്ടുണ്ട്. നല്ല സ്വീകാര്യതയാണ് പാർട്ടി അണികളിൽ. അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ നല്ല സ്വീകാര്യതയോടുകൂടി UDFനെ തോൽപ്പിക്കുക, അതിന് പറ്റുന്നൊരു സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിലാണ് പാർട്ടി അണികളും റാങ്ക് ആൻഡ് ഫയൽസും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ കണ്ടത്. സജീവമായി അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ മുന്നേറാൻ കഴിഞ്ഞില്ല. എന്ത് എന്നുള്ളത് ഗൗരവമായ പരിശോധനയ്ക്ക് പാർട്ടി വിധേയമാക്കും. അദ്ദേഹം തന്നെ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം പാർട്ടി വോട്ടുകളിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു നിരീക്ഷണമാണ്. അങ്ങനെ ഒരു വിലയിരുത്തൽ ഇപ്പോൾ നമ്മുടെ മുമ്പിലില്ല. അദ്ദേഹം എന്തൊക്കെ അദ്ദേഹത്തിൻ്റെ പരിശോധന ഏത് രൂപത്തിലാണ് എന്ന് നമുക്കറിയില്ല. പാർട്ടി അണികളുടെ വോട്ട് ഗണ്യമായി ചോർന്നു എന്നുള്ള നിഗമനത്തിലെത്താൻ കഴിയില്ല.
എവിടെയെങ്കിലും ഒറ്റപ്പെട്ട രൂപത്തിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് എന്നുള്ളത് ഗൗരവമായി പരിശോധിച്ചു പോകും. ഇതിൽ ഏറ്റവും വലിയ ചർച്ച ഒന്നായിരുന്നു സമസ്ത ഫാക്ടർ എന്ന് പറയുന്ന സാധനം. അത് വലിയ തോതിൽ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്ന് സ്ഥാനാർത്ഥി അടക്കം അവകാശപ്പെടുകയും ചെയ്തു. പക്ഷേ അത് തെരഞ്ഞെടുപ്പിൽ ഒട്ടും കണ്ടില്ല എന്നല്ലേ വിലയിരുത്തേണ്ടി വരും? അതൊക്കെ നമ്മുടെ സൂക്ഷ്മ പരിശോധനയിൽ ഇപ്പോൾ ഇതിലെന്താന്ന് പറഞ്ഞാൽ ആരാണ് രഹസ്യ ബാലറ്റല്ലേ. അപ്പോൾ ആരാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ആരാണ് എന്നുള്ളത് പരസ്പരം അറിയ പോലും ഇല്ലല്ലോ. നമുക്ക് പരസ്പരം അറിയ പോലും ഇല്ല. അതിൽ പലരും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. അത് എത്ര കണ്ട് വോട്ടായി മാറി എന്നുള്ളതൊക്കെ കൂടുതൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ പറയാൻ കഴിയുള്ളൂ. ഈ പൊന്നാനി എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടും അതിൽ പൊന്നാനി നിയമസഭാ മണ്ഡലം തന്നെ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്നത്. അതിൽ CPMന്റെ കേഡർ വോട്ടുകൾ ഏറ്റവും കൂടുതലായുള്ള ബൂത്തുകളടക്കം നേരത്തെ തന്നെ പോളിംഗ് ശതമാനം വളരെയധികം കുറഞ്ഞിരുന്നു. അതും ഇതിലൊരു ഫാക്ടറായി മാറി. അല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊന്നാനി അസംബ്ലി മണ്ഡലം 2009 തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ 2019 തെരഞ്ഞെടുപ്പിലും ഒക്കെ പൊന്നാനി അസംബ്ലി മണ്ഡലത്തിൽ UDF ആണ് ലീഡ് ചെയ്തിട്ടുള്ളത്. പൊന്നാനി അസംബ്ലി മണ്ഡലത്തിൽ UDF ആണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് 2009 ഞാൻ 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞതിനെ തുടർന്ന് പിന്നെ അന്ന് 2009 തെരഞ്ഞെടുപ്പിൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എടപ്പാൾ പഞ്ചായത്ത് കൂടി ചേരുന്നതാണ് പിന്നെ നമ്മുടെ പൊന്നാനി മണ്ഡലം. അവിടെ ടി കെ ഹംസ തോറ്റില്ലേ, വലിയ വ്യത്യാസത്തിനല്ലേ തോറ്റത്. അതുപോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വളരെ അപൂർവം തെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ്, ഇപ്പോൾ അബ്ദുറഹ്മാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് പൊന്നാനിയിലെ അസംബ്ലി മണ്ഡലത്തിൽ LDFന് ലീഡ് ഉണ്ടായിട്ടുള്ളത്. റഹ്മത്തുള്ള മത്സരിച്ചപ്പോഴും അതുപോലെ തന്നെ മറ്റ് പല നേതാക്കന്മാർ മത്സരിച്ചപ്പോഴും കഴിഞ്ഞുറി അൻവർ മത്സരിച്ചപ്പോഴും ഒക്കെ വലിയ വ്യത്യാസം, വലിയ പുറകോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ റിക്കവർ ചെയ്ത് വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടുണ്ട്. അൻവർ പുറകിലായിരുന്നു, എന്നാൽ അതിനെയൊക്കെ കവർ ചെയ്ത് നല്ല ഭൂരിപക്ഷത്തിനല്ലേ നന്ദകുമാർ ജയിച്ചത്. അതുപോലെ 2009 പുറകിലായിരുന്നു, 2011 തൊട്ടടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ശ്രീരാമകൃഷ്ണൻ അവിടെ ജയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത വെച്ച് പൊന്നാനി അസംബ്ലി മണ്ഡലത്തിലും വോട്ട് കുറയാറുണ്ട്, വോട്ട് പിറകിൽ പോകാറുണ്ട്. അത് ഓരോ തെരഞ്ഞെടുപ്പിനും കേരളത്തെ സംബന്ധിച്ച് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചായാലും ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ ബലമാണ്, ഒക്കെ വ്യത്യസ്തമാണ്. അങ്ങനെ മറ്റൊന്നിനോട് സാമ്യപ്പെടുത്താൻ കഴിയും. ഭൂരിപക്ഷം മാത്രമല്ല, പോളിംഗ് ശതമാനത്തിലും ഈ ഭാഗങ്ങളിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വോട്ട് പോൾ ചെയ്യാതെ കിടന്നിട്ടുണ്ടോ, എന്തെങ്കിലും അതിന് അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ടോ? ഞങ്ങളൊരു പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ പോളിംഗിൽ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ രണ്ടു കൂട്ടർക്കും കുറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായി കണ്ടെത്തിയത് എന്താണെന്ന് പറഞ്ഞാൽ ഈ വോട്ടിംഗ് മെഷീനിലെ വേഗത കുറവിൻ്റെ ഭാഗമായി 2-3 വട്ടം പലരും വന്നു തിരിച്ചുപോയി, പിന്നീട് അവർ വന്നില്ല എന്നുള്ള ഇതാണ് പ്രധാന കാരണമായി നമ്മൾ കണ്ടെത്തിയത് പോളിംഗ് ശതമാനം കുറഞ്ഞതിൻ്റെ. ഇനി എന്ത് എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി സൂക്ഷ്മമായി പരിശോധിക്കാൻ കഴിയും. ഇപ്പോൾ കൗണ്ടിങ് കഴിഞ്ഞല്ലോ, കൗണ്ടിങ് കഴിഞ്ഞിട്ടുള്ള വോട്ട് വെച്ച് ഞങ്ങൾക്കൊരു എല്ലാ പാർട്ടികൾക്കും ഉണ്ടാവും CPMന്റെ ഒരു രീതി, പോളിംഗിന് നമ്മൾ ഇറക്കേണ്ട വോട്ടുകൾ, അതുപോലെ തന്നെ ഞങ്ങളൊരു പട്ടിക തയ്യാറാക്കും നമുക്ക് പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ. ആ പ്രതീക്ഷിക്കുന്ന വോട്ടുകളിൽ നിന്ന് ഓരോ ബൂത്തിലും എത്ര കുറവുണ്ടായി എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് സൂക്ഷ്മാംശങ്ങൾ കണ്ടെത്താൻ കഴിയും. അങ്ങനെ പരിശോധിച്ചിട്ട് നമുക്ക് അത്തരം കാര്യങ്ങളെ പറ്റി ഒരു അഭിപ്രായം പറയാൻ കഴിയുള്ളൂ. എന്താണ് ഇതിന്റെ വിലയിരുത്തലും കാര്യങ്ങളും? ഒരു എത്രയും പെട്ടെന്ന് വേഗതയിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി 18, 19, 20 തീയതികളിലാണ്. സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം ആണ് ഞങ്ങളുടെ താഴെ തട്ടിലുള്ള പരിശോധനകൾ ആരംഭിക്കുക. അപ്പോൾ അത് കഴിഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റിയുടെ മാർഗനിർദ്ദേശത്തിന് വിധേയമായ പരിശോധനയാണ് നടക്കുക. ആ പരിശോധനയോടുകൂടി നമുക്ക് പോരായ്മകൾ സൂക്ഷ്മമായി കണ്ടെത്താൻ കഴിയും. വരാനിരിക്കുന്ന മുനിസിപ്പൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്തെങ്കിലും പോരായ്മകൾ ഇപ്പോൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കാൻ, തിരുത്താൻ ഉള്ളൊരവസരമായി തുടർന്നുള്ള പ്രവർത്തനത്തെ അതിന് ഞങ്ങൾ മുൻഗണന കൊടുക്കും. എന്നാലും പൊന്നാനിയിൽ സംഭവിച്ച ഒരു തിരിച്ചടി, അതുപോലെ തന്നെ മലപ്പുറത്തുണ്ടായ ഒരു പരാജയം, ഈ രണ്ട് വിഷയങ്ങളും പരിശോധിച്ച് കാര്യങ്ങൾ കണ്ടെത്താൻ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.